പ്രമുഖ നടിയും നർത്തകിയുമായ അഞ്ജു അരവിന്ദ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗവാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു. അഞ്ജുവിൻ്റെ അമ്മയുടെ അനിയത്തിയായ രാജാൻ്റിയാണ് അന്തരിച്ചത്. തൻ്റെ വളർച്ചയിലും നൃത്ത സിനിമാ ജീവിതത്തിലും വലിയ പങ്കുവഹിച്ച ചെറിയമ്മയുടെ വേർപാടിൽ നടുങ്ങിയിരിക്കുകയാണ് താരം. ഒപ്പം സാധാരണക്കാരായ നാട്ടിലെ ഡോക്ടർമാരെ അമിതമായി വിശ്വസിക്കരുതെന്ന ജാഗ്രതാ നിർദ്ദേശവും നടി തൻ്റെ കുറിപ്പിലൂടെ പങ്കുവച്ചു. ചെറിയമ്മയുടെ വയറുവേദന വെറും ഗ്യാസ് ട്രബിളാണെന്ന് പറഞ്ഞ് നാട്ടിലെ ഡോക്ടർ നിരന്തരം മരുന്ന് നൽകി തിരിച്ചയക്കുകയായിരുന്നുവെന്നും അഞ്ജു വെളിപ്പെടുത്തുന്നു. പിന്നീട് വിശദമായ പരിശോധന നടത്തിയപ്പോഴാണ് രോഗം 4ാം ഘട്ട ക്യാൻസറാണെന്ന് തിരിച്ചറിഞ്ഞത്. തുടക്കത്തിൽ തന്നെ ഒരു സ്കാനിംഗ് നിർദ്ദേശിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ തൻ്റെ രാജാൻ്റി ഇന്നും കൂടെയുണ്ടാകുമായിരുന്നുവെന്നും ഒരു രോഗിയോടും ഒരു ഡോക്ടറും ഇങ്ങനെ ചെയ്യരുതെന്നും അഞ്ജു കുറിപ്പിൽ വ്യക്തമാക്കുന്നു. രാജാൻ്റി അമ്മയുടെ അനിയത്തി മാത്രമല്ല, എനിക്ക് അമ്മയെപ്പോലെ തന്നെയായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ റോൾ മോഡൽ. ആൻറ്റി സാരി ഉടുത്ത് നടക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഇന്നത്തെ പോലെയല്ല, അന്നത്തെ കാലത്ത് ഹീൽ ചെരുപ്പ് ധരിച്ച് ആത്മവിശ്വാസത്തോടെ നടന്നിരുന്ന ഒരാളായിരുന്നു ആൻറ്റി. ഞാൻ ആദ്യമായി അത് കണ്ടതും ആൻറ്റിയിലൂടെയായിരുന്നു. എൻ്റെ നൃത്ത പഠനകാലത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏറെയായിരുന്നു. ആദ്യമായി കുച്ചിപ്പുടി പഠിച്ചപ്പോൾ ഡ്രസ്സ് തുന്നാൻ പോലും വഴിയില്ലായിരുന്ന സമയത്ത് ആൻറ്റി തൻ്റെ സാരി തന്നു. ആ സാരി സ്റ്റിച്ച് ചെയ്താണ് എൻ്റെ ആദ്യ നൃത്തവേഷം ഒരുക്കിയത്. ആ വേഷം ധരിച്ച് യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന ഞാൻ സ്റ്റേജ് ലെവൽ വരെ എത്തി. ഇന്ന് ഞാൻ സ്വയം പ്രാപ്തയായി സ്വന്തം കാലിൽ നിന്ന് ജോലി ചെയ്തു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ 3/4 ഭാഗം ക്രെഡിറ്റും രാജാൻ്റിക്കാണ്. ജീവിതത്തിലെ ഏറ്റവും വിഷമഘട്ടത്തിലൂടെ കടന്നുപോയ സമയത്ത് മാതൃഭൂമിയിൽ വന്ന ഒരു പരസ്യം ആൻറ്റി എനിക്ക് കാണിച്ചു തന്നു. ആ കോളേജിലേക്ക് അപേക്ഷിക്കാൻ പ്രോത്സാഹിപ്പിച്ചു. അതിലൂടെയാണ് ഞാൻ ഭരതനാട്യത്തിൽ BA എടുത്തത്. പിന്നീട് RLBയിൽ നിന്ന് MA പൂർത്തിയാക്കി. എൻ്റെ സിനിമാ ജീവിതത്തിലേക്കുള്ള യാത്രയ്ക്കും നിമിത്തമായത് രാജാൻ്റി തന്നെയാണ്. പക്ഷേ നാട്ടിലെ ഡോക്ടറെ അമിതമായി വിശ്വസിച്ചതാണ് നമുക്ക് പറ്റിയ വലിയ തെറ്റ്. ആൻറ്റി വയറുവേദനയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം അത് ഗ്യാസ് ട്രബിളാണെന്ന് പറഞ്ഞ് മരുന്ന് കൊടുത്ത് തിരിച്ചയക്കുകയായിരുന്നു. ഏറെ വൈകിയാണ് അത് 4ാം ഘട്ട ക്യാൻസറാണെന്ന് തിരിച്ചറിയുന്നത്. തുടക്കത്തിൽ തന്നെ ഒരു സ്കാനിംഗ് നിർദ്ദേശിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ രാജാൻ്റി ഇന്നും നമ്മളോടൊപ്പം ഉണ്ടായേനെ. ഒരു രോഗിയോട് ഒരു ഡോക്ടറും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇന്ന് എല്ലാം അവസാനിച്ച് ആൻറ്റിയെ അവസാനമായി ഒരുക്കിയെടുക്കുമ്പോൾ മനസ്സ് തകർന്നുപോയി. വാക്കുകൾക്കതീതമായ ഒരു ശൂന്യത, തീരാത്ത കടപ്പാടും അളവറ്റ സ്നേഹവും മാത്രം ബാക്കി. പ്രണാമം.